ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖം തന്നെ കരുതുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ടീ ടൈം സ്നാക്കാണ് നോക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് വാഴയ്ക്ക ബജ്ജി. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഫ്രഷ് ആയിട്ടുള്ള വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. തിൻ സ്ലൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളിൽ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കോൺഫ്ലവറും ഉപ്പും കൂടെ മിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ഓപ്ഷണലാണ്, കാരണം നമ്മുടെ ബജ്ജിക്ക് ടേസ്റ്റ് കിട്ടാൻ ക്രിസ്പിനെസ് കിട്ടാനാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം മുളക് പൊടി, അത് എരിക്കനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്യുക. ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം നമുക്ക് ബാറ്റർ ഒത്തിരി തിക്കായിട്ടും വേണ്ട തിന്നായിട്ടും വേണ്ട. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കേണ്ട, അല്ലെങ്കിൽ ബജ്ജിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. സോ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി, ബാറ്റർ കൺസിസ്റ്റൻസി ഇതാണ്. എന്നാൽ മാത്രമേ ബജ്ജി നന്നായിട്ട് ടേസ്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് അതിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. ബാറ്ററിൽ നമ്മുടെ വാഴയ്ക്ക മുക്കി എണ്ണയിലിട്ട് കൊടുക്കാം. അപ്പം മീഡിയം എപ്പോഴും ലോ ആയിരിക്കണം, ഹൈ ആക്കി വെക്കരുത്. ഹൈ ആക്കി വെച്ചാൽ നമ്മുടെ ബജ്ജി കരിയാനുള്ള സാധ്യതയുണ്ട്, ടേസ്റ്റ് കിട്ടത്തില്ല. സോ നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ ബജ്ജി നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബജ്ജി നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബജ്ജി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബജ്ജി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ രണ്ട് സൈഡും നന്നായിട്ട് തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കണം. കാര്യം രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടണം. സോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഫ്ലെയിം ലോ ആക്കാം. എന്നിട്ട് നമ്മുടെ ബജ്ജി കോരിയെടുക്കാം. നമ്മുടെ ബജ്ജി റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തേക്ക് മാറ്റാം. അടുത്ത് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ബജ്ജിയും കൂടെ എണ്ണയിലിട്ട് കൊടുക്കാം. ഇതും ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്, അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കായ ബജ്ജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ കൂടെ അറിയിക്കുക. നന്ദി.